السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا. صدق الله العظيم. قال النبي صلى الله عليه وسلم: التاجر الصدوق الأمين مع النبيين والصديقين والشهداء والصالحين، أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മളുടെ നോമ്പുകൾ, നമസ്കാരങ്ങൾ, മറ്റു മുഴുവൻ ഇബാദത്തുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളതാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. ബഹുമാനികളെ, ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹ്ശറയും ഹൗലുൽ കൗസറും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം അടുത്ത പടി വിചാരണയ്ക്ക് ശേഷം മീസാനാണ്. നമ്മളുടെ അമലുകളെയൊക്കെ തൂക്കപ്പെടുന്നതായ ഒരു സാഹചര്യമുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്: വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ തുലാസുകളെ സ്ഥാപിക്കുന്നതാണ്. ഫലാ തുല്ലമു നഫ്സുൻ ഷൈഅ. അന്ന് ആരോടും അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ അതൈനാ ബിഹാ. ഒരു അണുമണി തൂക്കമാണ് നന്മ ചെയ്തതെങ്കിൽ പോലും, ഒരു അണുമണി തൂക്കമാണ് തിന്മ ചെയ്തതെങ്കിൽ പോലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഹാജരാക്കും. എന്നിട്ട് ഈ തുലാസിൽ വച്ച് അവരുടെ അമലുകളെ തൂക്കുന്നതാണ്. ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ആരുടെയെങ്കിലും നന്മയുടെ തട്ട് ഭാരമുള്ളതാവുകയാണെങ്കിൽ അവൻ വിജയിയായി തീരുന്നതാണ്. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ആരുടെയെങ്കിലും തിന്മയുടെ തട്ടാണ് ഭാരമുള്ളതാകുന്നതെങ്കിൽ അവന് നാശമാണ്. ഇത് നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്ന ഒരു ചിത്രമാണ്. മീസാനിൽ അമലുകൾ തൂക്കപ്പെടുന്നത്, അതിൽ വിശ്വസിക്കൽ ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു പറയുന്നുണ്ട്: വകഫാ ബിനാ ഹാസിബീൻ. വകഫാ ബിനാ ഹാസിബീൻ. മനുഷ്യന്റെ അമലുകളെ നോക്കുന്നതിന് തുലാസിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ മതി നിങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കണക്ക് ചോദ്യത്തിന് വേണ്ടി. എന്നാലും നീതി എല്ലാവരുടെയും മുമ്പിൽ പ്രകടമാക്കി, വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് തുലാസ് കൊണ്ടുവച്ച് അതിൽ തൂക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പറയുന്നുണ്ട്: മീസാന്റെ ഒരു തട്ട്, രണ്ട് തട്ടുകളിൽ ഒരു തട്ട് തന്നെ ഈ പ്രപഞ്ചം മുഴുവനും എടുത്തു വച്ചാലും അതിനകത്ത് കൊള്ളും. അത്ര വിശാലമായതായിരിക്കും അള്ളാഹു അന്ന് മഹ്ശറയിൽ സ്ഥാപിക്കുന്നതായ മീസാൻ, ത്രാസ്. അന്ന് അതിന്റെ ഉത്തരവാദിത്വം, അമലുകളെ തൂക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആയിരിക്കും. ഓരോ മനുഷ്യരുടെയും അമലുകൾ കൊണ്ടുവന്ന് അവിടെ തൂക്കി നോക്കും, അളന്നു നോക്കും.
ആരുടെയെങ്കിലും നന്മയുടെ തട്ട് ഭാരമുള്ളതായി കഴിഞ്ഞാൽ ഒരു മലക്ക് അവിടെ നിന്ന് വിളിച്ചു പറയും, സഈദ ഫുലാനുൻ, ഇന്നയാളിതാ വിജയിയായിരിക്കുന്നു, ഫലാ യഷ്ഖാ ബഅദഹു അബദാ, ഇനി ഇതിന് ശേഷം ഒരിക്കലും അവന് പരാജയം ഉണ്ടാവുകയില്ല, ഒരിക്കലും ഇനി അവൻ പരാജയപ്പെടേണ്ടി വരികയില്ല. മറിച്ചാണെങ്കിൽ തിന്മയുടെ തട്ടാണ് ഭാരമുള്ളതാകുന്നതെങ്കിൽ ആ മലക്ക് വിളിച്ചു പറയും, ഷഖിയ ഫുലാനുൻ, ദാ ഇയാളിതാ പരാജിതനായിരിക്കുന്നു, പരാജയപ്പെട്ടു പോയിരിക്കുന്നു, ഫലാ യസ്അദു ബഅദഹു അബദാ, ഇനി ഒരിക്കലും അവൻ വിജയിക്കുകയില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മളെയൊക്കെ നന്മയുടെ തട്ട് ഭാരമുള്ളതാകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. എങ്ങനെയാണ് നന്മകളെ തൂക്കുന്നത്, അമലുകളെ തൂക്കുന്നത്, അളന്നു നോക്കുന്നത്? പണ്ടത്തെ കാലത്തൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഖരമുള്ള, ഒരു ശരീരമുള്ള, ഒരു തടിയുള്ള വസ്തുവിനെ മാത്രമേ സാധാരണ അളക്കാൻ സാധിക്കുമായിരുന്നു. ത്രാസിൽ വെച്ച് തൂക്കി നോക്കുന്നതിനെങ്കിൽ എന്തെങ്കിലും സാധനം വേണം. അപ്പൊ പണ്ടത്തെ കാലത്ത് അമലുകളെ തൂക്കുമെന്ന് പറഞ്ഞാൽ, അമലെന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്ത സാധനമാണ്, അതിനൊരു രൂപമൊന്നുമില്ല. അപ്പൊ അതെങ്ങനെ തൂക്കുമെന്ന് വിമർശിക്കാമായിരുന്നു പണ്ടൊക്കെ. എന്നാൽ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുക്കളെ പോലും അളക്കുന്നതിനും തൂക്കുന്നതിനുമുള്ളതായ കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് വന്നു കഴിഞ്ഞു. ഇന്നീ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കൽ വളരെ എളുപ്പമാണ്. എന്നാലും കിതാബുകളിലൂടെ വരുന്നുണ്ട്, 3 തരത്തിലാണ് മഹ്ശറയിലെ അമലുകളെ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ തൂക്കി നോക്കുന്നത്. ചില ആളുകളുടെ അമലുകളെ അതിനൊരു രൂപം നൽകിയിട്ട് അതിനെ തൂക്കി നോക്കും. ഓരോ അമലുകൾക്കും ഓരോ രൂപം നൽകിയിട്ട് ആ രൂപത്തെ കൊണ്ടുവന്ന് തൂക്കി നോക്കും. മറ്റു ചില ആളുകളുടെ അമലുകളുടെ ഏടായിരിക്കും തൂക്കുന്നത്. അവരുടെ അമലുകൾ എഴുതി വച്ചിരിക്കുന്നതായ കിതാബ് ഉണ്ടാകും, ആ കിതാബ് കൊണ്ടുവന്ന് തട്ടിൽ വെച്ച് തൂക്കി നോക്കും. അമലിന്റെ നന്മയുടെ എണ്ണം അനുസരിച്ച് അതിന്റെ വലിപ്പം കൂടുതലുണ്ടായിരിക്കും, അതനുസരിച്ച് തൂക്കി നോക്കുന്നതാണ്. 3-മതൊരു രൂപം ആ അമല് ചെയ്ത മനുഷ്യനെ തന്നെ കൊണ്ടുവന്ന് തുലാസിലിരുത്തി തൂക്കി നോക്കും. ഇങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും മഹ്ശറയിൽ അവരുടെ അമലുകൾക്കനുസരിച്ച് തൂക്കി നോക്കുന്നത്. ഈ രീതിയിൽ ഓരോ മനുഷ്യന്റെയും വിജയപരാജയങ്ങളെ തീരുമാനിക്കുന്നതാണ്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പല തരത്തിലുള്ള മനുഷ്യരായിരിക്കും മഹ്ശറയിൽ വരുന്നത്. അതിൽ ആരുടെയൊക്കെ അമലുകളാണ് തൂക്കി നോക്കുന്നത്? ഒരു വിഭാഗം ആളുകളുണ്ടാകും, അവർക്ക് തിന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നന്മകളൊന്നുമില്ലാത്തതായ വിശ്വാസികളായ ആളുകൾ, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്തതായ ആളുകൾ. അവരുടെ അമലുകൾ പിന്നെ തൂക്കി നോക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ലാതെ നേരെ അവരെ നരകത്തിലേക്ക് വിടും. മറുഭാഗത്ത് നന്മകൾ മാത്രം ചെയ്ത ആളുകൾ ഉണ്ടാവും, അവരുടെ ഏടുകളിൽ ഒരു തിന്മ പോലും എഴുതപ്പെട്ടിട്ടുണ്ടാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാകും. അള്ളാഹു നമ്മളെയൊക്കെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു തിന്മയും അവരുടെ അമലുകൾ ഏടുകളിൽ ഉണ്ടാകൂല, നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവരെയും തൂക്കി നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അവരെയും നേരെ സ്വർഗത്തിലേക്ക് വിടും. പിന്നെ ഒരു വിഭാഗം ഉണ്ടാകും, അവരുടെ ഏടുകളിൽ നന്മകളും ഉണ്ടാകും തിന്മകളും ഉണ്ടാകും, രണ്ടും കൂടിക്കലർത്തിയതായ ആളുകൾ. ഇവരുടെ വിഷയത്തിലാണ് അവിടെ തൂക്കി നോക്കുന്നതും തീരുമാനമെടുക്കുന്നതും. നന്മകൾ കൂടുന്നതിനനുസരിച്ച് സ്വർഗത്തിലേക്കും തിന്മകൾ കൂടുന്നതനുസരിച്ച് നരകത്തിലേക്കും വിടും. എന്നാൽ 4-മതൊരു വിഭാഗം ഉണ്ടാകും, അവരുടെ നന്മയും തിന്മയും ബറാബറായിരിക്കും, ഒരുപോലെ ഇരിക്കും, സമാസമമായിരിക്കും. അവരുടെ വിഷയത്തിൽ ആ സമയത്ത് തീരുമാനമെടുക്കൂല. അറാഫ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അവരെ ഇരുത്തും. അവർ വലത്തോട്ട് നോക്കുമ്പോൾ സ്വർഗം കാണും, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ട് സന്തോഷിക്കും. ഇടത്തോട്ട് നോക്കുമ്പോൾ നരകം കാണും, നരകത്തിന്റെ ശിക്ഷകൾ കണ്ട് അസ്വസ്ഥരാകും. ഇങ്ങനെ കുറെ നാൾ അവർ ആറാഫിൽ ഇങ്ങനെ കഴിയും. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം അവരുടെ വിഷയത്തിൽ ശുപാർശയുണ്ടാകും. അങ്ങനെ അവർക്ക് പുറത്തു കൊടുക്കുകയും അവരെ സ്വർഗത്തിലേക്ക് വിടുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ നന്മയും തിന്മയും കൂടിക്കലർന്നതായ ആളുകളുടെ വിഷയത്തിലാണ് മഹ്ശറയിൽ മീസാനിൽ തൂക്കുന്നത്, അവരുടെ അമലുകൾ തൂക്കപ്പെടുന്നത്. അന്ന് മഹ്ശറയിൽ അമലുകൾ തൂക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അമലുകൾക്ക് ഭാരമുണ്ടാകുന്നത് സഹാബത്തിന്റെ അമലുകൾക്കായിരിക്കും. അവരുടെ ചെറിയ ചെറിയ നന്മകൾക്ക് പോലും വലിയ പ്രതിഫലമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്റെ സഹാബികളെ കുറിച്ച് നിങ്ങൾ ആരും കുറ്റം പറയരുത്, എന്റെ സഹാബികളെ കുറിച്ച് നിങ്ങൾ ആരും കുറ്റം പറയരുത്. അവരുടെ ഒരു വിഷയത്തിലും നാക്കനക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല, നല്ലത് മാത്രമേ അവരെ കുറിച്ച് പറയാവൂ. അല്ലാഹ ഫി അസ്ഹാബി,
അല്ലാഹു ഫി അസ്ഹാബി, എന്റെ സഹാബത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം കേട്ടോ. അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? അവർ ഒരു കാരക്കയുടെ കീറ് സദഖ നൽകി. നിങ്ങൾ ഒരു ഉഹുദ് മലയുടെ അത്രയും സദഖ നൽകി. എന്നാൽ പോലും നിങ്ങൾ ഉഹുദ് മലയുടെ അത്ര സദഖ ചെയ്താൽ പോലും അവർ ചെയ്ത കാരക്കയുടെ സദഖയുടെ അടുത്തുപോലും എത്തുകയില്ല. അവർ ചെയ്ത ഒരു കാരക്ക കീറിന്റെ സദഖ നിങ്ങൾ ചെയ്യുന്ന ഉഹുദ് മലയുടെ അത്രയും സദഖയെക്കാളും വലിയ കൂലിയാണ്. അത്രയും വലിയ ഭാരമായിരിക്കും നാളെ അവരുടെ അമലിന്റെ തുലാസിലുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? അമലുകളുടെ ഭാരം കൂടുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം ഇഖ്ലാസാണ്. നിഷ്കളങ്കമായി എത്രത്തോളം അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നന്മകൾ ചെയ്യുന്നോ അതിനനുസരിച്ച് അമലിന്റെ ഭാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എത്ര ശതമാനം ഇഖ്ലാസ് കുറഞ്ഞു വരുന്നോ അതിനനുസരിച്ച് അമലുകളുടെ ഭാരവും കുറയും. സഹാബത്താകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്തിൽ സഹവാസത്തിൽ കഴിഞ്ഞതുകൊണ്ട് അവരുടെ ഈമാൻ സമ്പൂർണമായി, അതിനനുസരിച്ച് അവരുടെ ഇഖ്ലാസും സമ്പൂർണമായി. അതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ ചെറിയ അമലുകൾക്ക് പോലും വലിയ പ്രതിഫലമായിരിക്കും അള്ളാഹു തീരുമാനിക്കുന്നത്. അത്ര വലിയ ഭാരമായിരിക്കും. പരിശുദ്ധമായ ഹദീസുകളിലൂടെ മീസാനിൽ ഭാരം കൂടുതൽ ഉണ്ടാകുന്നതായ അമലുകളെ കുറിച്ച് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില അമലുകളുണ്ട്, ആ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് മീസാനിലേക്ക് വരുമ്പോൾ ഭാരം കൂടുതലുള്ളതായിരിക്കും. അത്തരത്തിലുള്ള അമലുകൾ കണ്ടെത്തുകയും പഠിക്കുകയും അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവേശത്തോടു കൂടി മുമ്പോട്ട് വരികയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ അമൽ എന്താണ്? ഒന്നാമത്തെ അമൽ, മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്ന അമല് സൽസ്വഭാവമാണ്. നല്ല പെരുമാറ്റം, ഹുസ്നുൽ ഖുൽഖ്. മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിയോടുകൂടി ഇടപെടുന്നു, നല്ല രീതിയിൽ പെരുമാറുന്നു. ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും അങ്ങോട്ടേക്ക് നമ്മൾ സ്നേഹത്തോടു കൂടി ഇടപെടുന്നു. ഈ രീതിയിൽ സൽസ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽസ്വഭാവത്തിന്റെ സമ്പൂർണതയായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം തന്നെ സൽസ്വഭാവം എന്തെന്ന് പഠിപ്പിച്ചു തരലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൽസ്വഭാവം അത്ര വലിയ സംഭവമാണ്. മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്നത് സൽസ്വഭാവമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മളുടെ സ്വഭാവങ്ങളെ കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്കണം. എൻ്റെ സ്വഭാവം എത്രത്തോളം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്, എന്നെ എത്രത്തോളം മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു. സൽസ്വഭാവിയായ മനുഷ്യൻ ജനങ്ങളോട് അടുക്കുന്ന ആളായിരിക്കും, അങ്ങനെ അടുത്തടുത്ത് അള്ളാഹുവിനോട് അടുക്കുന്നയാളായിരിക്കും, സ്വർഗത്തിനോട് അടുക്കുന്നയാളായിരിക്കും. ദുസ്വഭാവിയായ മനുഷ്യൻ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവനായിരിക്കും, ജനങ്ങൾ അകറ്റുന്നവനായിരിക്കും, അങ്ങനെ അകന്നകന്ന് അള്ളാഹുവിൽ നിന്നും അകന്നു പോകും, സ്വർഗത്തിൽ നിന്നും അകന്നു പോകും. സൽസ്വഭാവം അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊരമലാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കലിമതാനി ഹബീബതാനി ഇലർ റഹ്മാൻ. രണ്ട് വചനങ്ങളുണ്ട്, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണത്. ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് അങ്ങേറ്റം ഇഷ്ടമുള്ള വാക്കുകളാണത്. ഖഫീഫതാനി അലൽ ലിസാൻ, നാവിലോ വളരെ സിമ്പിളാണ് പറയാൻ, വളരെ എളുപ്പമാണത് പറയാൻ. വലിയ പാടുള്ള സംഭവം ഒന്നുമല്ല. അള്ളാഹുവിന് വലിയ ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും എത്രയോ ഭയങ്കര വലിയ സംഭവം ഒന്നുമല്ല, പറയാൻ വളരെ എളുപ്പമാണ്. എന്നാലോ സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ അവന്റെ തുലാസിൽ ഭയങ്കര ഭാരമുള്ളതായിരിക്കും. അത് ഭയങ്കര ഭാരമുള്ളതായിരിക്കും. 3 ഗുണങ്ങളാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വചനങ്ങളാണത്, പറയാൻ എളുപ്പമാണ്, മീസാനിൽ അങ്ങേറ്റം ഭാരമുള്ളതുമാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒരു മിനിറ്റ് പോലും വേണ്ട, 1/2 മിനിറ്റ് പോലും വേണ്ട പറയാൻ. അത്ര സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ 2 വാക്കുകൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്, പറയാൻ വളരെ എളുപ്പമാണ്, മീസാനിൽ അങ്ങേയറ്റം ഭാരമുള്ളതുമാണ്. അതുപോലെ തന്നെ മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അമലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ മേലുള്ള ഒരു സലാത്ത് പോലും മീസാനിൽ അങ്ങേയറ്റം ഭാരമുള്ളതാണ്. ഒരു ഹദീസിലൂടെ വരുന്നുണ്ട്, ഒരു മനുഷ്യൻ ആഖിറത്തിലേക്ക് കൊണ്ടുവരപ്പെടും, അവന്റെ വിഷയത്തിൽ തീരുമാനമാകും,
അമലുകൾ കുറഞ്ഞിരിക്കുകയാണ്, നന്മകൾ കുറഞ്ഞിരിക്കുന്നു, തിന്മകൾ കൂടി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറയും. മലക്കുകൾ അവനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നരകത്തിലേക്ക് പോകും. അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു മിമ്പറിൽ ഇങ്ങനെ ഇരുന്ന് മുഴുവൻ മനുഷ്യരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും മഹ്ശറയിൽ. ആദം നബി നോക്കുമ്പോൾ നബിതങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടു പോകുന്നു. ആദം നബി വിളിച്ചു പറയും, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ ഒരു ഉമ്മത്തിയെ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു, പോയി രക്ഷപ്പെടുത്തുന്നു പറയും. നബിതങ്ങൾ നോക്കുമ്പോൾ എന്റെ ഉമ്മത്തിയെ കൊണ്ടുപോകുന്നു. തങ്ങൾ ഓടി പുറകെ പോകും. പുറകെ പോയിട്ട് മലക്കുകൾ എടുത്ത് വിളിച്ചു പറയും, അവന് വിട്, അത് എന്റെ ഉമ്മത്തിയാണ്, അവനെ കൊണ്ടുപോകല്ലേ. മലക്കുകൾ പറയും, ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നബിതങ്ങൾ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞിട്ട്, അള്ളാഹുവേ, എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഇന്ന് നീ എന്നെ നാണം കെടുത്തൂലാന്ന് നീ എന്നോട് വാഗ്ദാനം ചെയ്തതല്ലേ, എന്റെ ഒരു ഉമ്മത്തിൻ്റെതാ കൊണ്ടുപോകുന്നു, തിരിച്ചുവിടാൻ പറ. അള്ളാഹു പറയും, അത്തിഉ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറയുന്ന കേക്ക്, അവനെ വിട്ടേക്കെന്ന് പറയും. നബിതങ്ങൾ അവനെയും പിടിച്ചുകൊണ്ട് മീസാന്റെ അടുക്കിലേക്ക് വീണ്ടും വരും. എന്നിട്ട് ഒരു ചെറിയ കടലാസ് എടുത്ത് അവന്റെ നന്മയുടെ തട്ടിലേക്ക് വയ്ക്കും. ആ ഒരു ചെറിയ കടലാസ് അവനിങ്ങനെ ആലോചിക്കും, എന്റെ നന്മകളൊക്കെ പോയി, തിന്മകൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഈ ചെറിയ കടലാസ് കൊണ്ട് എന്ത് കിട്ടാൻ? അപ്പൊ നോക്കുമ്പോ ആ കടലാസ് വയ്ക്കുന്നതോടുകൂടി നന്മയുടെ തട്ട് ഭാരമുള്ളതായി താഴേക്ക് പോകുന്നു. ഉടനെ തന്നെ അവിടെ വിളിച്ചു പറയുന്നു, ഈ മനുഷ്യൻ സ്വർഗാവകാശിയായിരിക്കുന്നു, ഇവന്റെ കാര്യത്തിൽ സ്വർഗത്തിന്റെ തീരുമാനമായിരിക്കുന്നു. ഉടനെ സ്വർഗത്തിന്റെ മലക്കുകൾ വരും, അവനെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവൻ മലക്കുകളെടുത്ത് പറയും, ഒരു മിനിറ്റ്, അതാരാണ് എന്നെ സഹായിക്കാൻ വന്ന മനുഷ്യൻ? ഞാൻ ഈ പ്രതിസന്ധിയിൽ ഇന്നപ്പോൾ എന്നെ ആരും സഹായിക്കാനുണ്ടായില്ല. ഒരു സുന്ദരനായ സുമുഖനായ ഒരു മനുഷ്യൻ വന്ന്, നബിതങ്ങളെ അറിയില്ലായിരിക്കും ആ സമയത്ത്, ഒരു സുന്ദരനായ സുമുഖനായ മനുഷ്യൻ വന്ന് എന്നെ സഹായിച്ചല്ലോ, ഞാനൊന്ന് പോയി ആ മനുഷ്യനെ നന്ദി പറഞ്ഞിട്ട് വരാം. മലക്കുകളെ വിട്ടിട്ട് അദ്ദേഹം വീണ്ടും നബിതങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയും, അങ്ങ് ആരാണ് ഈ സമയത്ത് എന്നെ സഹായിക്കാൻ വന്ന അങ്ങ് ആരാണ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അന മുഹമ്മദുൻ റസൂലു, ഞാൻ നിന്റെ റസൂലായ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നീ എനിക്ക് വേണ്ടി ചെയ്ത സലാത്താണ്, നിന്റെ ഒരു സലാത്താണ്. നീ ഏറ്റവും കൂടുതൽ ആവശ്യമായ സമയത്ത് ഞാനിതാ നിനക്കിത് തിരിച്ചു തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വെള്ളിയാഴ്ച ദിവസം നബിതങ്ങളുടെ മേൽ സലാത്ത് ചെയ്യൽ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്. നബിതങ്ങൾക്ക് നേരിട്ട് ആ സലാത്തുകൾ എത്തിക്കപ്പെടും. വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാണ്. ബഹുമാനികളെ, സലാത്ത് നമ്മൾ അധികരിപ്പിക്കണം. നബിതങ്ങളുടെ മേലുള്ള സലാത്ത് ഒരിക്കലും നഷ്ടമില്ലാത്ത ഇബാദത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആഖിറത്തിൽ വന്നിട്ട് നന്മകളൊക്കെ ഇങ്ങനെ പറിച്ച് ആളുകൾ കൊണ്ടുപോകും. മനിൽ മുഫ്ലിസ്, ഏറ്റവും വലിയ ദരിദ്രനാരെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മുടെ എല്ലാ നന്മകളും മറ്റുള്ളവർ കൊണ്ടുപോകും, എല്ലാ നന്മകളും കൊണ്ടുപോകാത്ത ഒരു അമലുണ്ടെങ്കിൽ അത് സലാത്താണ്. ആ സലാത്ത് ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വീതിച്ചു കൊടുക്കൂല. ആ സലാത്തായിരിക്കും ഒരുപക്ഷെ ആഖിറത്തിൽ നമ്മളുടെ രക്ഷയ്ക്കായിട്ട് വരുന്നത്. അതുകൊണ്ട് നബിതങ്ങളുടെ മേലെ സലാത്ത് ചെല്ലണം, സ്നേഹത്തോടുകൂടി നബിതങ്ങളെ കുറിച്ച് ഓർത്ത്, നബിതങ്ങളുടെ നന്മകൾ ഓർത്ത്, നബിതങ്ങളുടെ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് സ്നേഹത്തോടുകൂടി നബിതങ്ങളുടെ മേൽ സലാത്ത് ചെല്ലാൻ തയ്യാറാവണം. സല്ലല്ലാഹു വസല്ലമ അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമയും നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ളതാകുന്നതാണ്. ഇതേപോലെ ഒരു ഹദീസ് ആ വിഷയത്തിലുമുണ്ട്. ഒരു മനുഷ്യന്റെ തിന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ തിന്മകൾ കൊണ്ട് ആ തിന്മയുടെ തട്ടിങ്ങനെ ഭാരമായിട്ടിരിക്കും. ആ സമയത്ത് ഒരു ചെറിയ കടലാസ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു ചെറിയ കടലാസ് കൊണ്ടുവന്ന് നന്മയുടെ തട്ടിൽ വെക്കും. നന്മകളൊന്നും ഉണ്ടാവൂല, ആകെ ഒരു കുഞ്ഞു കടലാസ്. ആ മനുഷ്യൻ പറയും, ഈ കടലാസ് കൊണ്ട് എന്ത് കിട്ടാൻ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. അവൻ ജീവിതത്തിൽ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായി, പൂർണ്ണ വിശ്വാസത്തോടുകൂടി പറഞ്ഞ കലിമ, ആ കലിമ ആ തട്ടിൽ കൊണ്ടുവയ്ക്കും. അത് അപ്പോൾ തന്നെ ഭാരമുള്ളതാകും, അവന്റെ വിഷയത്തിൽ തീരുമാനമാകും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ബഹുമാനികൾ, ഇതൊന്നും നിസാരമായ കാര്യമല്ല. തസ്ബീഹുകൾ നിസാരമായ കാര്യമല്ല. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, ഹദീസിലൂടെ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എന്നുള്ള ഒരു വാക്ക് മീസാനെ നിറയ്ക്കുന്നതാണ് നന്മകൾ കൊണ്ട്. നിസ്സാരമായ കാര്യമല്ല. നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ ഇബാദത്തുകൾ, ദിക്റുകളൊക്കെ ആയിരിക്കും നാളെ ആരും സഹായിക്കാനില്ലാത്തതായ ലോകത്ത് നമുക്ക് സഹായമായി വരുന്നത്. അതുകൊണ്ട് സമയങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത് ഒക്കെ, സ്ത്രീകൾ വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്ത് ഇബാദത്ത്, ദിക്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണല്ലോ. ഏത് സമയത്തും, ശുദ്ധിയുള്ള സമയത്തും അശുദ്ധിയായ സമയത്തും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ദിക്റുകൾ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിന്റെ ദിക്റാണല്ലോ ഏറ്റവും വലിയ ഇബാദത്ത്. അഖിമിസ് സ്വലാത്ത ലിദിക്രി, നമസ്കാരം
തന്നിരിക്കുന്നത് പോലും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്, ദിക്റിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ, ദിക്റുകൾ നമ്മൾ കൂടുതൽ കൂടുതൽ ആവേശത്തോടു കൂടി തയ്യാറായി മുമ്പോട്ട് വരണം. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മളൊരു ഭാഗത്ത് മഹ്ശറിനെ കുറിച്ച് പറഞ്ഞു, മീസാനെ കുറിച്ച് പറഞ്ഞു, ഹിസാബിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം ഭയങ്കര ഗുരുതരമായ അപകടകരമായ അവസ്ഥകളാണ്. ഇതൊക്കെയാണെങ്കിലും ഒരു ഭാഗത്ത് അള്ളാഹു അങ്ങേറ്റം കരുണയുള്ളവനാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു സമയമാണ് മഹ്ശറ. മഹ്ശറയുടെ മൈതാനിയിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്ന് കരുതി നിരാശപ്പെട്ടു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശരാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പറയുന്നുണ്ട്, അള്ളാഹു അവന്റെ കാരുണ്യത്തെ 100ആയി ഭാഗിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ കാരുണ്യത്തെ 100ആയി ഭാഗിച്ചു. അതിന്റെ 1% ലോകത്ത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല വിതറിയിരിക്കുന്നത്. ലോകത്ത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല വിതറിയിരിക്കുന്നത് ഒരു കാരുണ്യമാണ്. ബാക്കി 99 കാരുണ്യവും അള്ളാഹു മഹ്ശറയിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു കാരുണ്യത്തിന്റെ പ്രതിഫലനത്തിന്റെ പേരിലാണ് മൃഗങ്ങൾ പോലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പാല് കൊടുക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും പരസ്പരം കരുണ കാണിക്കുന്നത്, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും പരസ്പരം കരുണ കാണിക്കുന്നത്, ഇതെല്ലാം അള്ളാഹുവിന്റെ 1% റഹ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പേരിലാണ്. അപ്പൊ ബാക്കി 99% റഹ്മത്ത് എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ പുറത്തു കൊടുക്കും. നരകാവകാശിയായ മനുഷ്യനായിരിക്കും, പക്ഷെ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പൊയ്ക്കോ 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 എന്ന് പറയും. നമ്മൾ മുമ്പ് ദിവസം 2 പേരുടെ സംഭവം പറഞ്ഞായിരുന്നു. നരകാവകാശികൾ നരകത്തിലേക്ക് പോകുന്ന പറഞ്ഞപ്പോൾ ഒരാൾ ഓടിപ്പോയി, മറ്റേ ആൾ തിരിഞ്ഞോക്കി പോയി. അപ്പൊ ചോദിച്ചു, നീ എന്തിനാ ഓടിപ്പോകുന്നത്? അല്ലാഹു അവിടെ വെച്ച് നിന്നെ അനുസരിച്ചില്ല, ഇവിടെയെങ്കിലും നീ പറയണത് കേൾക്കാം, അള്ളാഹുവിന് ഇഷ്ടമാവും, നീ സ്വർഗത്തിൽ പൊയ്ക്കോ. രണ്ടാമത്തെ ആൾ തിരിഞ്ഞോക്കി പോകും. നീ എന്താ തിരിഞ്ഞോക്കി പോകണ? നരകത്തിലേക്ക് പോകാനല്ലേ പറഞ്ഞത്? അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് വിശാലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നീ അഥവാ കരുണ ചെയ്താലോ എന്ന് ഓർത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയതാണ്. ആഹാ, നിനക്ക് ഇപ്പോഴും എന്റെ കരുണയിൽ പ്രതീക്ഷയുണ്ടോ? പോ സ്വർഗത്തിൽ. ഓക്കെ, ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ അള്ളാഹു പുറത്തു കൊടുക്കും. അത്രയും വിശാലമായ കാരുണ്യം ഇങ്ങനെ നിറഞ്ഞു നടക്കുന്ന സമയമാണ് മഹ്ശറ. ഒരു മനുഷ്യനെ ആഖിറത്തിലേക്ക് കൊണ്ടുവരപ്പെടും, മഹ്ശറയിലേക്ക്. തിന്മകൾ മാത്രമുള്ള മനുഷ്യൻ, നരകത്തിലേക്ക് വേണ്ടി തീരുമാനിക്കപ്പെട്ട മനുഷ്യൻ, അവനെ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് മലക്കുകളെടുത്ത് പറയും, അവന്റെ വൻപാപങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ചെറുപാപങ്ങൾ മാത്രം അവനെ കാണിക്കണം കേട്ടോ എന്ന് പറയും. അവനെ കൊണ്ടു നിർത്തും, മുഴുവൻ അമലുകളും ഇങ്ങനെ കാണിക്കും. ചെറിയ പാപങ്ങൾ ഒരുപാടുണ്ട്, ചെറിയ പാപങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കും. നീ ഇത് ചെയ്തോ? അതെ. നീ ഇത് ചെയ്തോ? അതെ. എല്ലാം സംബന്ധിച്ച് പറയും. അവൻ ആകെ പെട്ടുപോകും. എന്തു ചെയ്യും? അല്ലാഹു, എന്റെ അവസ്ഥ എന്താകും? ഞാൻ നശിച്ചല്ലോ. ഒന്ന്, ഈ തിന്മകളൊക്കെ കണ്ടുള്ള പേടി. രണ്ടാമത്തേത്, ഇതൊക്കെ ചെറുതാണ്, ഇനി വൻഭാവങ്ങളുടെ ലിസ്റ്റിന് വരാനുണ്ട്. ഇനി അതും കൂടെ വരുമ്പോ എന്റെ അവസ്ഥ എന്താവും എന്ന് പറഞ്ഞു ആകെ പേടിക്കും. പേടിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു പറയും, അവൻ മിണ്ടൂല. പിന്നെ വൻപാപങ്ങളെ കുറിച്ചൊന്നും മിണ്ടൂല. ചെറുപാപങ്ങളെ തന്നെ ഇങ്ങനെ ആകെ പേടിച്ചിങ്ങനെ നിൽക്കുകയായിരിക്കും. അള്ളാഹു അതും കൂടെ വരുമ്പോൾ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്ത് പേടിച്ചിരിക്കും. ഈ സമയത്ത് അള്ളാഹു പറയും, ഇവന്റെ ഈ പാപങ്ങളെയൊക്കെ നന്മയാക്കി മാറ്റിയേക്കെന്ന് പറയും. ഇവന്റെ ഈ പാപങ്ങളെ മുഴുവനും നന്മയാക്കി കൊടുക്കാൻ പറയും. അന്തം വിട്ടുപോകും. സുബ്ഹാനല്ലാഹ്, മുഴുവൻ തിന്മകളെ മറിച്ചതാ നന്മയാക്കി കൊടുത്തിരിക്കുന്നു. ഉടനെ അവൻ പറയും, അല്ലാഹു, ഇനിയും കുറച്ച് അമലും കൂടെ ബാക്കിയുണ്ട് ഞാൻ ചെയ്തത്, അത് എവിടെ കാണുന്നില്ലേ? വൻപാപങ്ങളുടെ വിഷയത്തിൽ ഇത്രയും നേരം മിണ്ടാതിരുന്നു, കാരണം ഇനി അതും കൂടെ വരുമ്പോ എന്റെ അവസ്ഥ എന്താവും. ഇപ്പോഴെന്താ, ചെറുപാപങ്ങളൊക്കെ മാറ്റി നന്മയാക്കി കൊടുത്ത. അപ്പൊ ഉടനെ അവൻ പറയും, അല്ലാഹു, എന്റെ കുറച്ച് പാപങ്ങളും കൂടെ ഇവിടെ ബാക്കിയുണ്ട്, അതിന്റെ ലിസ്റ്റ് കാണുന്നില്ലല്ലോ. ഇതിങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അള്ളാഹു പറയും, സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അവനെ സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റി സ്വർഗത്തിലേക്ക് ഇടും. അർ-റഹ്മാനുർ റഹീം, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തുടങ്ങുന്നത് തന്നെ അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ, കരുണാനിധി. അള്ളാഹുവിന്റെ കാരുണ്യത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മുമ്പ് ദിവസം അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അങ്ങേയറ്റം പ്രതീക്ഷ വയ്ക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ആഖിറത്തിൽ 4 ചോദ്യങ്ങൾ എല്ലാവരോടും ഉണ്ടാവും. നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ട 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതായിരിക്കണം നമ്മളുടെ ജീവിതം. ലാ തസാലു ഖദമ ഇബ്നി ആദമ ഹത്താ യുസ്അല അൻ 4 ഖിസാലിൻ. 4 കാര്യങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ കാല് പോലും നാളെ മഹ്ശറയിൽ നിന്ന് അനക്കാൻ സാധിക്കില്ല, ഒരടി പോലും എടുത്തു വെക്കാൻ സാധിക്കത്തില്ല. വഅൻ ഉംരിഹി ഫീമ അഫ്നാ, നിന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചോദിക്കും. നീ നിന്റെ ആയുസ്, നിനക്ക് അള്ളാഹു നൽകിയതായ ആയുസ്, ജീവിതം നീ എവിടെ ചെലവഴിച്ചു?
നീ എവിടെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. വഅൻ ശബാബിഹി ഫീമ അബ്ലാ, ആ ആയുസ്സിൽ നിന്നും പ്രത്യേകമായിട്ടൊരു ചോദ്യം വരും, നിന്റെ യുവത്വം. ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുവത്വമാണ്. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യുവത്വം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്, വളരെ അപകടം നിറഞ്ഞതാണ്. ആ യുവത്വത്തെ നീ എവിടെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. വഅൻ മാലിഹി, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കും. മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ, എവിടെ നിന്നാണ് നീ അത് ചെലവഴിച്ചതെന്ന് ചോദിക്കും. നീ എവിടെ കൊണ്ടുപോയിട്ടാണ് അത് എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു, അനുവദനീയമായ മാർഗത്തിലൂടെയാണോ സമ്പാദിച്ചത് ഇല്ല എന്നുള്ളത് ചോദ്യം ചോദിക്കും. അനുവദനീയമായ മാർഗത്തിലാണോ ചെലവഴിച്ചത് അതും ചോദിക്കും. സമ്പാദിക്കുന്നതും ഗുരുതരമായ കാര്യം തന്നെയാണ്, ചെലവഴിക്കുന്നതും വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ്. ഈ 2 കാര്യങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കണം. വരുന്നത് ഹലാല് തന്നെയാണോ, അനുവദനീയമല്ലാത്തതാണോ, 1% ഹറാം അതിനകത്ത് കലരുന്നുണ്ടോ, ഗൗരവത്തോടുകൂടി നോക്കണം. ഗൗരവത്തോട് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, പക്ഷെ ഹറാം എൻ്റെ വയറ്റിലേക്ക് പോകാൻ പാടില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. 4-മതായി, നീ പഠിച്ചതനുസരിച്ച് എന്ത് അമൽ ചെയ്തു, നീ പഠിച്ചതനുസരിച്ച് എന്ത് അമൽ, നീ എത്ര പഠിച്ചു എന്ന് ചോദിക്കൂല, നീ പഠിച്ചതനുസരിച്ച് എന്ത് അമൽ ചെയ്തു അതാണ് ചോദിക്കുന്നത്. ഈ 4 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അവിടെ നിന്ന് കാലനക്കാനേ പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയുണ്ടായി. ഇങ്ങനെ ഭയാനകത നിറഞ്ഞു കിടക്കുന്നതായ ആ മഹ്ശറയുടെ മൈതാനിയിൽ ഇങ്ങനെ പല സ്റ്റേജുകളുണ്ടല്ലോ, ഹിസാബിന്റെ, കിതാബിന്റെ, ഹൗദിന്റെ, ഇങ്ങനെ ഇത്ര വലിയ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നല്ല കൂട്ടുകാരുടെ കൂട്ടത്തിൽ, നല്ല ആളുകളുടെ കൂട്ടത്തിൽ അവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണ്. മഹ്ശറയിൽ ഞാൻ ആരുടെ കൂട്ടത്തിൽ നിൽക്കണം, ആരായിരിക്കണം എൻ്റെ കൂട്ടുകാരനായിട്ട് അവിടെ ഉണ്ടാകേണ്ടത്, നമ്മൾ ഇവിടെ തീരുമാനം എടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്, ഓരോ മനുഷ്യനും നാളെ ആഖിറത്തിൽ വരുന്നത് അവന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ട് ആരെ കൂട്ടുകാരനാക്കണമെന്നുള്ള കാര്യം നീ ഇപ്പോഴേ തീരുമാനിച്ചു. ഒരു സഹാബി ഇങ്ങനെ വന്നിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി നബി തങ്ങളുടെ അടുക്കൽ വന്നു. ഭയങ്കര വിഷമത്തോടു കൂടി വന്നു. തങ്ങൾ ചോദിച്ചു, എന്തിനങ്ങനെ വിഷമിക്കുന്നത്, എന്ത് പറ്റി, കാര്യം പറ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ദുനിയാവിൽ വെച്ച് എനിക്ക് എപ്പോൾ തങ്ങളെ കാണണമെന്ന് പറഞ്ഞാലും വന്ന് കാണാം. രാവിലെ കാണാം, ഉച്ചയ്ക്ക് കാണാം, വൈകിട്ട് കാണാം, എല്ലാ ദിവസവും ഇങ്ങനെ തങ്ങളെ കണ്ടിങ്ങനെ ഞാൻ സന്തോഷിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. ഞാനും മരിക്കും, അങ്ങയും മരിക്കും. നാളെ മഹ്ശറയിലേക്ക് വരുമ്പോൾ അങ്ങ് പ്രവാചകന്മാരുടെ വലിയ ദറജയിലായിരിക്കും, ഞങ്ങളൊക്കെ പാവപ്പെട്ടവർ. എൻ്റെ അമലുകൾ കൊണ്ട് സ്വർഗത്തിലെത്തുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ, മഹ്ശറയിൽ വിജയിക്കുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ എനിക്ക് നാളെ ആഖിറത്തിൽ അങ്ങയെ എങ്ങനെ കാണാൻ പറ്റും, എങ്ങനെ അങ്ങയുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റും, ഇതോർത്തിട്ടാണ് എനിക്ക് വിഷമം. ഇവിടെ ദുനിയാവിൽ തന്നെ ഒരു നേരം അങ്ങയെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, നാളെ ആഖിറത്തിൽ എങ്ങനെ ഞാൻ അങ്ങയെ കാണാതിരിക്കും, എൻ്റെ അമലുകൾ വെച്ച് ഞാൻ എവിടെ എത്തും, അങ്ങ് പ്രവാചകന്മാരുടെ ആ നിലയിലായിരിക്കും, ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ എന്നോർത്ത്, അതാണ് എൻ്റെ വിഷമം എന്ന് പറഞ്ഞു. ആ വിഷമത്തിന് മുമ്പിൽ നബിതങ്ങൾക്കൊന്നും പറയാൻ പറ്റിയില്ല, നബിതങ്ങൾ മൗനമായിരുന്നു. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വഹി അറിയിച്ചു കൊടുത്തു, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. നീ ആരെ സ്നേഹിക്കുന്നോ അവരോടൊപ്പം നാളെ ആഖിറത്തിൽ നിനക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും. ആരല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നോ അവർ നാളെ ആഖിറത്തിൽ പരലോകത്ത് ഈ ആളുകളുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കാൻ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയ സ്ഥാനം അല്ലാഹു നൽകുന്നതാണ്. ഒരു സഹാബി വന്നിട്ട് നബി തങ്ങളുടെ അടുത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മതസ്സാഅ, ഖിയാമത്ത് നാൾ എന്നാ വരുന്നത്, ഖിയാമത്ത് നാൾ എന്നാ വരുന്നത്? ഉടനെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നീ എന്തായി പറയുന്നത്, വമാ അഅദത ലഹ, ഖിയാമത്തിനെ കുറിച്ച് ചോദിക്കുന്നു, നീ വല്ലതും തയ്യാറാക്കിയിട്ടുണ്ടോ? ആ ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വല്ല അമലും നിന്റെ കയ്യിലുണ്ടോ? നീ എന്തിനാ ഇപ്പൊ ഇത് ചോദിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒത്തിരി നമസ്കാരമോ നോമ്പോ സക്കാത്തോ വലിയ അമലുകളൊന്നും എൻ്റെ അടുക്കലില്ല, പക്ഷെ ഒരമൽ എനിക്കുണ്ട്, അന ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നത്. വേറെ അമലൊന്നും കാര്യമായിട്ട് പറയാൻ എൻ്റെ അടുക്കലില്ല. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്, ഓരോ മനുഷ്യരും ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമായിരിക്കും നാളെ ആഖിറത്തിൽ. അതുകൊണ്ട് നിനക്ക് അള്ളാഹുവിനെ റസൂലിനെ സ്നേഹമുണ്ടോ, നീ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ആഖിറത്തിൽ നീ അവരുടെ കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, നമ്മൾ ആരുടെ കൂട്ടത്തിൽ ആഖിറത്തിൽ കൂടണമെന്നു. പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിൽ വരണമോ, അതല്ല ഫാജിരീങ്ങളുടെ കൂട്ടത്തിൽ വരണമോ? അള്ളാഹു കാക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സത്യസന്ധനായ കച്ചവടക്കാരൻ,
സത്യസന്ധനായ കച്ചവടക്കാരൻ നാളെ ആഖിറത്തിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്. സാലിഹീങ്ങളുടെ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ഒരുമിച്ച് കൂട്ടുന്നത്. കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് അത്ര കടുപ്പമുള്ള കാര്യമാണ്, അത്ര കടുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആ കടുപ്പം ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും ത്യാഗം ചെയ്ത് അവൻ സത്യസന്ധത മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഉറപ്പാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിലായിരിക്കും അവൻ നിൽക്കുന്നത്. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരത്തിൽ ആരുടെ കൂട്ടത്തിൽ നമ്മൾ നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടണമെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ തീരുമാനമെടുക്കണം. അതുപോലെ ആ മഹ്ശറയുടെ മൈതാനിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രമാണ്, മറ്റൊരു പ്രധാനപ്പെട്ട സദസ്സാണ്, ചില ആളുകളെ ആദരിക്കുന്ന സദസ്സുണ്ടാവും. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞതായ ആ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ചില ആളുകളെ ആദരിക്കും. ആദരവിന്റെ സദസ്സുണ്ടാവും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായിട്ടും ആദരിക്കുന്നത് ആരെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളെ. പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളെ. ആദം നബി മുതൽ തുടങ്ങി ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും, പ്രവാചകന്മാരും മഹാന്മാരും ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായിട്ടും രണ്ടുപേരെ ആദരിക്കും. ഒന്ന്, പരിശുദ്ധമായ ഖുർആൻ പഠിച്ച അതിലായി ജീവിച്ചതായ ഹാഫിളീങ്ങൾ. രണ്ടാമതായി അവരുടെ മാതാപിതാക്കൾ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിപ്പിക്കും. ഖുർആൻ വന്നിട്ട് പറയും, അല്ലാഹുവേ ഇവന് നീ ആദരവിന്റെ കിരീടം ധരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആ മുഴുവൻ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് കിരീടം ധരിപ്പിക്കും. രണ്ടാമത് പറയും, ഇവൻ ആദരവിന്റെ വസ്ത്രം ധരിപ്പിക്കുക. അങ്ങേയറ്റം ആദരവിൻ്റെതായ വസ്ത്രം അവനെ ധരിപ്പിക്കപ്പെടും. ഇങ്ങനെ അന്തസ്സായിട്ട് മുഴുവൻ മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും ഖുർആൻ പഠിച്ചതായ ഹാഫിളീങ്ങൾ, അതനുസരിച്ച് അതിലായി ജീവിച്ച് മരിച്ചതായ ഹാഫിളീങ്ങൾ. രണ്ടാമതായിട്ട് അവന്റെ മാതാപിതാക്കളെ വിളിപ്പിക്കും. ഇന്നത്തെ കാലത്ത് ഹിഫ്ള് പഠിക്കുന്നതോ ആലിമാകുന്നതോ ഒന്നും ഒരു വിലയില്ലാത്ത കാര്യമാണ്. എഞ്ചിനീയർ ആയാൽ ഡോക്ടർ ആയാൽ അതിലാണ് വില കാണുന്നത്. ദീനിന്റെ വിഷയത്തിൽ പൊതുവെ വില കുറഞ്ഞ് കാണുന്ന അവസ്ഥയാണ്. ഭൗതിക വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ പിന്നെ അവൻ ഒന്നുമല്ല. ആത്മീയ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നവൻ ഒന്നുമല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഇവിടെ വിലയില്ലായിരിക്കാം. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹദീസാണ്, പരിശുദ്ധമായ ഖുർആനാണ്. ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ വില നൽകുന്നത്, ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. നീ എന്തിനു മക്കളെ പഠിക്കാൻ വിട്ടത്? നിനക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കാനൊന്നും ഇല്ലേ നിന്റെ കയ്യിൽ? എല്ലാം പഠിക്കാൻ വേണ്ടി, മക്കളെ പഠിക്കാൻ വേണ്ടി അയച്ച പല മാതാപിതാക്കളും കേൾക്കുന്ന ചോദ്യമായിരിക്കും. ഞങ്ങളെയൊക്കെ പഠിക്കാൻ വിട്ട സമയത്തും ഞങ്ങളുടെ വാപ്പായും ഉമ്മായും ഒക്കെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്ന് പോലും ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നിനക്ക് നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിന്റെ കയ്യിലില്ലേ? നിനക്ക് തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് അവരെ കൊണ്ട് മദ്രസയിലിട്ടിരിക്കുന്നത്. ഞങ്ങൾ 3 ആണുങ്ങൾ ഉണ്ടായിരുന്നു, 3 പേരെയും അപ്പം മദ്രസയിൽ കൊണ്ടാക്കി. അപ്പം ജമാഅത്തൊക്കെ പോയി ആലിമാക്കണം, ഹാഫിളാക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അവരെയൊക്കെ മദ്രസയെ കൊണ്ടാക്കി. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും നാടിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വന്നു. തിന്നാനും കുടിക്കാനും ഒന്നുമില്ലേ നിനക്ക്? പൈസ ഇല്ലാത്തതുകൊണ്ടാണോ മദ്രസയെ കൊണ്ടാക്കിയത്? പക്ഷെ ബഹുമാനികളെ, അള്ളാഹു അവർക്കൊക്കെ നല്ല കൂലി കൊടുക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന അവരായിരിക്കും ആ മാതാപിതാക്കൾ. ഇതുപോലുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് മാതാപിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരുടെ മുമ്പിൽ അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് ആദരവിന്റെ വസ്ത്രം കൊടുക്കും. അവർ ചോദിക്കും, അല്ലാഹുവേ ഇതൊക്കെ നീ എനിക്ക് എന്തിനാണ് നൽകുന്നത്? നീ നിന്റെ മകനെ ഹാഫിളാക്കിയതിന്റെ പേരിൽ, മുതഅല്ലിമാക്കിയതിന്റെ പേരിൽ, ആലിമാക്കിയതിന്റെ പേരിൽ ഇന്ന് നിനക്ക് നൽകുന്ന ആദരവാണ്. ആഗ്രഹിക്കണം. എന്ത് വേണമെങ്കിലും പഠിക്കാൻ ദുനിയാവിൽ ദീനിൽ അവകാശമുണ്ട്. ദീന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എന്ത് വേണമെങ്കിലും പഠിക്കാം. പക്ഷേ ദീനിയായ വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ ലഭിച്ചില്ല എങ്കിൽ ദുനിയാവും നഷ്ടപ്പെട്ടു പോകും, ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പഠിച്ചേ, പക്ഷേ ദീനിയായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്. ഒരു മകൻ ഹാഫിളായി കഴിഞ്ഞാൽ അവന്റെ ശുപാർശ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽപ്പെട്ട നരകാവകാശികളായ 10 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. അവന്റെ ശുപാർശ കൊണ്ട് നരകാവകാശികളായ 10 പേരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. ഇത്ര വലിയ ആദരവ് ദുനിയാവിന്റെ ആളുകൾ വില നൽകുന്നില്ല എങ്കിലും ആഖിറത്തിൽ ഇതൊക്കെ വില കൽപ്പിക്കപ്പെടുന്ന, അഭിമാനിക്കുന്ന ഒരു സാഹചര്യം സമയം വരാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആദരവ് അൽ മുതഹാബ്ബൂന ഫില്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്നതായ സുഹൃത്തുക്കൾ. നമ്മൾ മുമ്പ് ആ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നതായ സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം പരസ്പരം ഒരുമിച്ച് കൂടുന്നതായ സുഹൃത്തുക്കൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ വലിയ ആദരവ് നൽകും. ഈ മുഴുവൻ മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കെ ലഹും മനാബിറു മിൻ നൂർ, പ്രകാശത്തിനാലുള്ള മിമ്പറുകൾ സ്ഥാപിക്കപ്പെടും. എന്നിട്ട് അവരെയൊക്കെ അവിടെ പിടിച്ചിരുത്തും.
യഗ്ബിതുഹുമുൽ അംബിയാഉ വശുഹദാ, പ്രവാചകന്മാർ പോലും നോക്കി അസൂയപ്പെടും. എന്ത് വലിയ സ്ഥാനമാണ് അവർക്ക്, എന്ത് വലിയ ആദരവാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ ആദരവ് അവർക്ക് കൊടുക്കാനുള്ള കാരണം അൽ മുതഹബ്ബുന ഫില്ലാ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി പരസ്പരം കൂട്ടുകൂടിയതായ സുഹൃത്തുക്കൾ, പരസ്പരം കൂട്ടുകൂടിയതായ സുഹൃത്തുക്കൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് സഹോദരങ്ങളെ മഹ്ശറയുടെ അവസ്ഥകൾ, മഹ്ശറയുടെ അവസ്ഥകൾ. ഇനി അങ്ങോട്ടേക്ക് ഒരു പ്രധാനപ്പെട്ട കടമ്പയും കൂടിയുണ്ട്. സിറാത്ത് കടന്ന് സ്വർഗത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ സിറാത്തിൽ നിന്ന് വീണ് നരകത്തിലേക്ക് പോവുക. അതിനെക്കുറിച്ചും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. അള്ളാഹു പറയുന്നതിലുപരി, കേൾക്കുന്നതിലുപരി ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, അമലിൽ കൊണ്ടുവരാൻ, ഇതൊക്കെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനു വേണ്ടി തയ്യാറാകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.